കെ പി നൗഷാദ് അലി, ഇവിടെ നിങ്ങൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നത് ഇവിടെ എന്താണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പിണറായി വിജയൻ തമ്മിൽ ഡീലാണ്. ആ ഡീലിൻ്റെ ഭാഗമായാണ് മാസപ്പടിയിലേക്ക് അന്വേഷണം വരാത്തത്. കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത ED എന്തുകൊണ്ട് മുഖ്യമന്ത്രിയിലേക്ക് പോകുന്നില്ല എന്ന ചോദ്യത്തിനൊക്കെയുള്ള ഒന്നാം തരം മറുപടി എന്ന് പ്രധാനമന്ത്രി പറയുകയാണ്. മാസപ്പടിയിൽ മുഖ്യമന്ത്രിയുടെ മകളുടെയും പിണറായി വിജയൻ പേര് പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. വളരെ ക്ലാരിറ്റിയോടുകൂടി പറയുകയാണ് ആരോപണ വിധേയരാണ് അവർ. അപ്പോൾ നിങ്ങളുടെ ആ ആരോപണത്തിൻ്റെ മുനയൊടിഞ്ഞോ നൗഷാദ് അലി? ഇത്രമാത്രം നിഷ്കളങ്കമായിട്ടൊന്നും ഹഷ്മി ചിന്തിക്കരുത്. കാരണം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഉന്നത നേതാവ്, അദ്ദേഹം പ്രധാനമന്ത്രിയാണ്, ഒരു സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വരുമ്പോൾ ആ സംസ്ഥാനത്തെ അവരുടെ പാർട്ടിയുടെ പ്രധാന എതിരാളികളെ ആക്രമിക്കുന്നു എന്നുള്ളത് മുൻനിർത്തിയൊക്കെ, അല്ലെങ്കിൽ പ്രസംഗമധ്യേ പറയുന്നു എന്നുള്ളതുമായി ബന്ധപ്പെടുത്തി ഇവരൊക്കെ വളരെ കൃത്യമായി ശത്രുക്കളാണ്, ഇവർ തമ്മിൽ യാതൊരുവിധ കൂട്ടുകച്ചവടവും ഇല്ല എന്നൊക്കെയുള്ളൊരു നിഗമനത്തിൽ ഇത്ര നിഷ്കളങ്കമായിട്ടൊന്നും എത്തിച്ചേരണ്ട. പക്ഷേ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയും BJP-യൊക്കെ ഉയർത്തുന്ന പൊള്ളയായ കാര്യങ്ങളെക്കുറിച്ച് ഒരുപാട് ചർച്ചകൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. കാരണം ഉത്തരേന്ത്യ പോലും അത്തരത്തിൽ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. തൊഴിലില്ലായ്മയും പട്ടിണിയും വിലക്കയറ്റവും ഒക്കെ അവിടെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വിഷയങ്ങളായി മാറിക്കഴിഞ്ഞു എന്ന വിശ്വസനീയമായ സർവേ വിവരങ്ങളൊക്കെ നമ്മുടെ മുമ്പിലുള്ളൊരു കാലാവസ്ഥയിൽ പ്രത്യേകിച്ചും. കാരണം ഇവിടെ ഞാൻ അത്ഭുതപ്പെടുന്നത് ഇവരുടെ ഈ പ്രകടന പത്രികയിൽ ഇവർ ഗ്യാസിനും പെട്രോളിനും ഡീസലിനും ഒക്കെ വില കുറക്കുമെന്ന് പറഞ്ഞതാണ്. കാരണം 2014 അധികാരത്തിലേറുമ്പോൾ സമാനമായ വാചകം പറഞ്ഞ് ഇന്ത്യ രാജ്യത്തെ ലോകത്തെ ഏറ്റവും അധികം പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് ജനങ്ങളിൽ നിന്ന് വില ഈടാക്കുന്ന രാജ്യമാക്കി മാറ്റി ഊറ്റി സത്ത് പിഴിഞ്ഞ ആളുകൾ 10 കൊല്ലം കഴിഞ്ഞിട്ടൊരു തെരഞ്ഞെടുപ്പിന് നേരിടുമ്പോഴും ഒരു ഉളുപ്പും ലജ്ജയുമില്ലാതെ ഇത്തരത്തിലുള്ള വാദങ്ങൾ ഉയർത്തുകയാണ്. ഇതിന് സമാനമാണ് അവരുടെ മുഴുവൻ നിലപാടുകളും. കാരണം 15 ലക്ഷം രൂപ കള്ളപ്പണം ശേഖരിച്ച് നമുക്ക് തിരിച്ചു തരുമെന്ന് പറഞ്ഞ കാര്യം ഉൾപ്പെടെ, കർഷകർക്ക് MSP നിയമവിധേയമാക്കുമെന്ന് പറഞ്ഞതുൾപ്പെടെ, തൊഴിലില്ലായ്മ മാറ്റി 2 കോടി തൊഴിലുകൾ പ്രതിവർഷം യുവാക്കൾക്ക് നൽകുമെന്ന് പറഞ്ഞതുൾപ്പെടെയുള്ള നിരവധി കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇത് മുഴുവൻ പൊളിഞ്ഞടങ്ങിയിട്ട് വീണ്ടും ഇത്തരത്തിൽ ഗരീബി, അതുപോലെ യുവക്ക്, അന്നദാത്ത, നാരി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ വീണ്ടും ചില വാചാടോപങ്ങളുമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. നമ്മളിതിനെ താരതമ്യപ്പെടുത്തിക്കൊണ്ട് വളരെ കൃത്യമായിട്ടൊരു വിലയിരുത്തൽ നടത്തണം. കഴിഞ്ഞ 45 വർഷത്തെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ തൊഴിലില്ലായ്മ നിരക്ക് വർധനയ്ക്ക് രാജ്യത്തെ സാക്ഷ്യം വഹിച്ച, രാജ്യത്തെ അതിലൂടെ നയിച്ച ഒരു സർക്കാരാണ്. ഈ രാജ്യത്ത് പ്രതിവർഷം 10,000-ലധികം MSMEകൾ, മൈക്രോ സ്മാൾ മിനി എന്റർപ്രൈസസുകൾ പൂട്ടുകയാണ്. ഈ രാജ്യത്തെ പഞ്ചരത്ന, നവരത്ന, മഹാരത്ന കമ്പനികളൊക്കെ ത്രോയവേ പ്രൈസിന് വിറ്റു തുലച്ചു കഴിഞ്ഞു. ഈ രാജ്യത്തെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഓരോ മിനിറ്റിലും ഒരു സ്ത്രീക്കെതിരായിട്ടുള്ള അതിക്രമം ഇവിടെ FIR ആയിട്ട് രജിസ്റ്റർ ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ഒരു വർഷം 5 ലക്ഷത്തോളം അതിക്രമ കേസുകൾ ഔദ്യോഗികമായിട്ട് പോലീസ് രജിസ്റ്റർ ചെയ്യുന്നു. ഇവിടുത്തെ ഒളിമ്പ്യന്മാർ, മെഡലിസ്റ്റുകൾ ഇന്ത്യയുടെ തലസ്ഥാന നഗരിയിൽ തങ്ങളുടെ മടിക്കുത്തഴിച്ച കൈകളെ ഒന്ന് വിലങ്ങണിയിക്കണം, ഒരു കേസെടുക്കണം എന്ന് പറഞ്ഞ് സമരം നടത്തിയിട്ട് അത് നടക്കാതെ പോവുകയാണ്. മടിക്കുത്തഴിച്ച ആളൊക്കെ വീണ്ടും തെരഞ്ഞെടുപ്പിൽ ഇതേ കേന്ദ്രഭരണ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ്. അവരാണ് നാരീശക്തിയെക്കുറിച്ച് വീണ്ടും ഇങ്ങനെ വിളംബരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ കർഷകർക്ക് ഇന്നൊരു സമരം ചെയ്യാൻ പോലുള്ള അധികാരമില്ല, അവസരമില്ല. സമരം ചെയ്യുന്ന കർഷകനെ വിഘടനവാദിയാക്കിയിട്ടാണ് ഇവർ ചിത്രീകരിക്കുന്നത്. അവരെ തല്ലിക്കൊല്ലുകയാണ്, അവർക്ക് നേരെ ബുള്ളറ്റുകൾ പായിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലൊക്കെ രാജ്യത്തെ വഞ്ചിച്ച ആളുകൾ, ഈ പറഞ്ഞ അതേ ആളുകളെ പ്രതിനിധീകരിച്ച് വീണ്ടും പൊള്ളയായ വാചകങ്ങളൊക്കെ ആയിട്ട് നമ്മളെ സമീപിക്കുമ്പോൾ നമ്മൾ അതേക്കുറിച്ച് വളരെ ഗൗരവതരമായിട്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഹിന്ദുവും മുസ്ലിമുമാക്കി രാജ്യത്തെ വിഭജിച്ച് ധ്രുവീകരിച്ച് തങ്ങളുടെ എല്ലാ തിന്മകളും അതിൽ പൊതിഞ്ഞ് വിജയിച്ച് കയറാനുള്ള BJP-യുടെ സ്ഥിരം അടവുകൾ ഈ രാജ്യത്ത് കാലിടറുന്നതിൻ്റെ വളരെ കൃത്യമായ സൂചനകൾ ഈ തെരഞ്ഞെടുപ്പ് ലഭ്യമാക്കുന്നുണ്ട്. നമ്മൾ അതിൽ ഊന്നി നിന്നുകൊണ്ട് ചർച്ച ചെയ്യണം. അതാണ് രാഹുൽ ഗാന്ധി എന്ന് വയനാട് വന്ന് പ്രഖ്യാപിച്ചത്. ഈ തെരഞ്ഞെടുപ്പ് RSSന്റെ ഐഡിയോളജിയും കോൺഗ്രസും തമ്മിലുള്ള പോരാട്ടമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ഇവിടെ ഒരു രാജ്യം മതി, ഒരു തെരഞ്ഞെടുപ്പ് മതി, ഒരു ഭാഷ മതി, ഒരു നേതാവ് മതി, ഒരു പാർട്ടി മതി, ഒരു മതം മതി, ഒരു വണ്ണസ് മാത്രം മതി ഈ രാജ്യത്ത് എന്ന മട്ടിൽ ഈ രാജ്യത്തിൻ്റെ അടിസ്ഥാനപരമായ പ്രത്യേകതകളെക്കുറിച്ച് അജ്ഞത ബോധപൂർവം നടിച്ച് മുന്നോട്ട് പോവുകയും ഇത്തരത്തിലുള്ള ഫാസിസ്റ്റ് രീതികളിലേക്ക് രാജ്യത്തെ മെല്ലെ മെല്ലെ കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു സർക്കാർ. ഇപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷനാണല്ലോ ഈ തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. BJP-ക്കാർ എന്തൊക്കെ ചട്ടലംഘനം നടത്തിയാലും ഒരു കേസും എടുക്കാത്ത തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, ഇവിടെ ED-യും ഇൻകം ടാക്സും മറ്റ് CBI അടക്കമുള്ള ഏജൻസി
ഏജൻസികളൊക്കെ ചെയ്യുന്ന പണികളെക്കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് ചർച്ചകളിൽ നമ്മൾ ആ വിഷയങ്ങളൊക്കെ എടുത്തിട്ടുള്ളതാണ്. ഇവരാരെ പിടിക്കാൻ പോകുന്നുവോ ഇവരുടെ ഷാളണിഞ്ഞാൽ, ഇവരുടെ ഇലക്ട്രൽ ബോണ്ട് നിറച്ചാൽ, അല്ലെങ്കിൽ ഇവരുടെ പാർട്ടിയിൽ ചേർന്നാൽ അതോടുകൂടി പ്രശ്നങ്ങൾ അവസാനിക്കുകയാണ്. അംബുജം സിമെന്റിനെ ഈട് റൈഡ് ചെയ്താലും പിറ്റേ ദിവസം അംബുജം സിമെന്റ് അത് അദാനിക്ക് വിൽക്കും. JVK റൈഡ് ചെയ്താൽ JVK തങ്ങളുടെ എയർപോർട്ടിലെ മുഴുവൻ പ്രവൃത്തികളും പദ്ധതികളും അദാനിക്ക് കൈമാറും. അദാനിക്ക് വഴിതെളിയിക്കുന്ന, BJPക്ക് വഴിതെളിയിക്കുന്ന ഏജൻസികൾ, ഫെഡറൽ വ്യവസ്ഥിതി തകരുന്നു, ഭരണഘടന ഇല്ലായ്മ ചെയ്യപ്പെടുന്നു, എല്ലാ തരത്തിലും എന്നൊക്കെയാണ് കോൺഗ്രസിന്റെ ആശങ്ക. വലിയ ചിന്ത ഈ രാജ്യത്ത് മുഴങ്ങുന്നുണ്ട്. അതിവിടെ പ്രതിഫലിക്കും, തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ഉത്തരം.